കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൻ്റെ മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിൽ സ്ഥിരതാമസക്കാരനായ സന്തോഷ് KP കൊട്ടാരത്തിൽ എന്ന വ്യക്തി 18 വർഷമായി കിഡ്നി സംബന്ധമായ അസുഖത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി മാറ്റിവെക്കുകയുണ്ടായി. ഭാര്യയുടെ കിഡ്നിയാണ് അദ്ദേഹത്തിന് മാറ്റിവെച്ചിരിക്കുന്നത്. വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന് 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് ഉള്ളത്. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇതുവരെയും ഇവരുടെ ചികിത്സകൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളമായി വീണ്ടും കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഡയാലിസിസ് ചെയ്യുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് സുമനസ്സുകളുടെ സഹായം വീണ്ടും ആവശ്യമാണ്. ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് ഇവരെ സഹായിക്കണമെന്ന് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് സന്തോഷ് KP കൊട്ടാരത്തിൽ പൂഞ്ഞാറ്. ഞാൻ 18 വർഷമായി കിഡ്നി പേഷ്യൻ്റാണ്. 18 വർഷം മുമ്പ് എൻ്റെ കിഡ്നി എൻ്റെ ഭാര്യയുടെ ഒരു കിഡ്നിയാണ് എനിക്ക് മാറ്റിവെച്ചത്. ഞാൻ അത് കഴിഞ്ഞ് ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും 2 വർഷം മുമ്പ് മാറ്റിവെച്ച കിഡ്നി ഷുഗർ മൂലം അത് വീണ്ടും ഡാമേജായി. പിന്നെ 2 വർഷം മുമ്പ് മുതൽ വീണ്ടും ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട വ്യാപാരി ഭവനിൻ്റെ സഹായത്തോടു കൂടി അവിടെ മർച്ചൻ്റ് അസോസിയേഷൻ നടത്തുന്ന ഒരു ഡയാലിസിസ് സെൻറ്ററിലാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ സഹായത്തോടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. 2026 ജനുവരി 30-ാം തീയതി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് വെച്ച് എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയും പാലാ മെഡിസിറ്റിയിൽ പ്രവേശിക്കുകയും അവിടെ തുടർന്ന് മെഡിക്കൽ കോളേജിലുമായിട്ട് 1 മാസത്തിലധികം ചികിത്സയിലായിരുന്നു. അവിടുന്ന് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെക്കൊണ്ട് നടക്കാനോ മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം ഇരിക്കുകയാണ്. എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ അയൽവക്കക്കാരും നാട്ടുകാരുമായി എനിക്ക് സഹായിച്ചാണ് ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നത്. ഇനിയുള്ള തുടർന്ന് എനിക്ക് മരുന്ന് മേടിക്കാൻ 10-13,000 രൂപ വെച്ച് ആകുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം. എൻ്റെ ഭാര്യ ചെറിയൊരു ജോലി ചെയ്ത് അതിൽ നിന്ന് മാത്രമാണ് വരുമാനം. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സ്വയം മനസ്സിനാൽ ഇനിയും സഹായിച്ച് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് താല്പര്യപ്പെടുന്നു.